എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ചോരയിൽ കുളിച്ചു കിടക്കുന്ന നമ്മുടെ കണ്ണാടിപ്പയ്യനെ ആയിരിക്കും കാണിക്കുക. കണ്ണാടിപ്പയ്യനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, എവിടേക്കാ പോണ്ടേ, ആരോടാ ഹെൽപ്പ് ചോദിക്കണ്ടേ എന്നൊന്നും അറിയില്ല. അവൻ നിസ്സഹായനായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം അവൻ്റെ തൊട്ട് മുൻപിൽ സാക്ഷാൽ മയൂരി. അവനാണെങ്കിൽ ടെററായിട്ട് നിൽക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ അവന്റെ അൾട്ടിമേറ്റ് വെപ്പനുണ്ട്. മയൂരി ആണെങ്കിൽ ഇപ്പൊ കണ്ണാടിപ്പയ്യനെ കളിയാക്കും. ഒടുവില് നീയും എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നിനക്ക് സോൾ റിപ്പേഴ്സിനോട് തീർത്താൽ തീരാത്ത പകയല്ലേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ഏറ്റുമുട്ട്. ആക്ച്വലി നിന്റെ ഗ്രാൻഡ് പാ ആളെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ്. എൻ്റെ ഒരുപാട് എക്സ്പെരിമെന്റ് ഞാൻ ആളെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആളുടെ പകുതി ആയുസ് അത് എക്സ്പെരിമെന്റിലൂടെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് പറഞ്ഞ് അവൻ ചിരിക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം കണ്ണാടിപ്പയ്യൻ ഫുൾ കലിപ്പില് അങ്ങനെ ടെററായിട്ട് പതിയെ എഴുന്നേൽക്കുകയാണ്. കാരണം അദ്ദേഹം അവന് വെറും ഒരു ഗ്രാൻഡ് പാ മാത്രമല്ല, അവന്റെ മാസ്റ്റർ കൂടെയാണ്. അന്ന് അദ്ദേഹത്തെ സോൾ റിപ്പേഴ്സ് കൊല്ലുന്നത് അവന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സോ ഇന്ന് അവന്റെ ഗ്രാൻഡ് പേ നശിപ്പിച്ചതിൽ ഒരാളെ അവന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഉറപ്പായാലും ഇവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കണ്ണാടിപ്പയ്യൻ ഫുൾ പവറിൽ അങ്ങനെ ടെററായിട്ട് മയൂരെ നോക്കി നിൽക്കും. കണ്ണാടിപ്പയ്യന്റെ ബോഡിയിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് പവർ പുറത്തേക്ക് വരികയാണ്. അത് കാണുമ്പോൾ തന്നെ മയൂരിക്ക് മനസ്സിലാവും കണ്ണാടിപ്പയ്യന്റെ ഗ്രാൻഡ് പേ പോലെ തന്നെ ഇവനും എക്സ്ട്രാ പവർ ഉണ്ട്. മാത്രമല്ല കണ്ണാടിപ്പയ്യൻ ഒരു സീക്രട്ട് ആർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായാണ് അവന്റെ പവർ അത് ഇത്രയധികം സ്ട്രോങ് ആയിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു ആർട്ട് ഫോം ആണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് അങ്ങനെ നിലനിൽക്കില്ല. കണ്ണാടിപ്പയ്യൻ ടെററായിട്ട് അങ്ങനെ ആ ഒരു മയൂരിയെ നോക്കുകയാണ്. ഒരു കാരണവശാലും നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എൻ്റെ ഗ്രാൻഡ് പേ നശിപ്പിച്ചതിന് ഞാൻ നിന്നോട് റിവഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കണ്ണാടിപ്പയ്യന്റെ ഗ്രാൻഡ് പാ ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കണ്ണാടിപ്പയ്യനെ ആളുടെ വലം കൈയായി ആളുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തിയിരുന്നു. മാത്രമല്ല ആൾക്ക് ഒരുപാട് ആർട്ട് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനും കണ്ടെത്താനുള്ള കഴിവുണ്ടായിരുന്നു. സോ അദ്ദേഹമാണെങ്കിൽ കുറച്ച് ആർട്ട് ഫോം കണ്ണാടിപ്പയ്യനും പറഞ്ഞു കൊടുത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തിരുന്നു. ഇതാ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആർട്ട് ഫോം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതൊരു ആരോ ആക്കി മാറ്റി അവന് നേരെ പോയിന്റ് ചെയ്യും. ഉടനെ മയൂരി അവൻ ആ കാഴ്ച കണ്ട് അങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവാണ്. പിന്നീട് അവന്റെ ഫേസിലുള്ള ആ ഒരു ടെന്റിക്കിൾസ് അതങ്ങനെ റിമൂവ് ചെയ്ത് അവൻ വലിച്ചു നീട്ടും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവന്റെ ആരോ അതയക്കുന്നതിന് മുൻപ് തന്നെ ആ ടെന്റിക്കിൾസ് വെച്ച് അവൻ കണ്ണാടിപ്പയ്യനെ അറ്റാക്ക് ചെയ്യും. വീണ്ടും ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റി അവൻ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും അവൻ അവന്റെ ദേഷ്യവും റിവഞ്ചും ഒരു പടി പോലും കുറയ്ക്കാതെ അങ്ങനെ ടെററായിട്ട് നിന്ന് അവന്റെ കയ്യിൽ കണക്റ്റഡ് ആയിരുന്ന എന്തോ ഒന്ന് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്യേണ്ട താമസം അൺലിമിറ്റഡ് ആയിട്ട് പവർ അത് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. മയൂരി ആണെങ്കിൽ അവന്റെ സ്പിരിച്വൽ എനർജി കണ്ട് ഞെട്ടും. ഞാനിവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. ഇത്രയും പവർ അതെങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് അവന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയും ചിന്തിച്ച് അവനെ തന്നെ ഒബ്സർവ് ചെയ്യും. അപ്പം അവന് പിടികിട്ടും നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവൻ ചുറ്റുമുള്ളവരിൽ നിന്നാണ് അത്രയും പവർ അബ്സോർബ് ചെയ്ത് ഇപ്പം അവൻ്റെ ബോഡിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ അവൻ്റെ ആരോയിൽ ഒരുപാട് പവർ അങ്ങനെ തെറ്റ് ചെയ്ത് മയൂരിക്ക് നേരെ വലിച്ചു വിടും. അതാണെങ്കിൽ തെറിച്ചു വന്ന് മയൂരിയുടെ ഒരു കൈ തന്നെ വെട്ടി താഴെയിടും. പക്ഷെ മയൂരിക്കാണെങ്കിൽ അപ്പോഴും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. അവൻ ഇപ്പൊ കണ്ണാടിപ്പയ്യനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. മയൂരി അങ്ങനെ ചിരിക്കും തോറും അവൻ അവൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് പോവാണ്. അടുത്ത നിമിഷം മയൂരി അവൻ്റെ സെക്കൻഡ് ലെവൽ ഓപ്പൺ ചെയ്ത് ഒരു ഭീകരൻ മോൺസ്റ്ററായി തീരും. അത് കണ്ട് കണ്ണാടിപ്പയ്യൻ ഞെട്ടി പുറകിലേക്ക് മാറും. നിമിഷം മയൂരി ആണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് ചാടി വരികയാണ്. ഇതെന്റെ പവറിന്റെ സെക്കൻഡ് ഫോമാണ്. ഈ ഫോമിന്റെ മുൻപിൽ നിനക്കെന്നല്ല ആർക്കും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. നിനക്ക് ഞാൻ ഒരു സുഖമരണം നൽകണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ നീ എന്നോട് ആവശ്യമില്ലാതെ കോമ്പറ്റ് ചെയ്തു. നീ കാരണം എനിക്ക് എൻ്റെ ഒരു കൈ പോലും നഷ്ടപ്പെട്ടു പോയി. സോ അതിനുള്ളത് നീ അനുഭവിക്കണം. ഈ സെക്കൻഡ് മോൺസ്റ്റർ ഫോം അത് തീർച്ചയായിട്ടും നിനക്കൊരു നല്ല ലെസൺ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മോൺസ്റ്ററുമായിട്ട് കണ്ണാടിപ്പയ്യന്റെ അടുത്തേക്ക് വരും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അത് അടുത്തേക്ക് വരുംതോറും അവന്റെ പേടിയും ടെൻഷനും ഒക്കെ വർദ്ധിച്ച് ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി വരികയാണ്. വേറെ വഴിയില്ലാന്ന് മനസ്സിലാക്കിയ നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ അവന്റെ സർവ്വ പവറും ചുറ്റുമുള്ള പവറും അതെല്ലാം തന്നെ അബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്. അത് അടുത്ത് വരുംതോറും അവൻ ആ പവർ അത് കംപ്ലീറ്റ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് ഒരു വലിയ ആരോ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അത് ക്ലോസ് എത്തേണ്ട താമസം ആരോ അത് മയൂരിക്കും ആ മോൺസ്റ്ററിന് നേരെ അങ്ങനെ വലിച്ചു വിടും. ആ ഒരു പവറിൽ നമ്മുടെ മയൂരി അവൻ്റെ ശരീരം തകർന്ന്
പുറകിലുണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്ററിനെ രണ്ടായിട്ട് പിളർന്നിടുകയാണ്. മയൂരിയാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. കാരണം ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ സെക്കൻഡ് ഫോം അതിനെ തോൽപ്പിക്കാനോ തകർക്കാനോ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അത് സാധിച്ചു. മയൂർ ഒരു സെക്കൻഡ് അവന്റെ മോൺസ്റ്ററിനെ നോക്കും. അതാണെങ്കിൽ രണ്ടായിട്ട് പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല ആ ഒരു ആരോയുടെ പവറിൽ മയൂരിയുടെ ബോഡി അത് പകുതിയോളം നശിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും എന്റെ മോൺസ്റ്ററിനെ നശിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് മയൂരി അവന്റെ അവസാനത്തെ പവറും അതും കൺട്രോൾ ചെയ്ത് ഇപ്പോ അവന് നേരെ ഓടിയെടുക്കും. പക്ഷെ മയൂരി ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ തകർക്കാനാവില്ല. ഇനിയും എങ്ങനെ മുൻപോട്ട് പോയാൽ അത് തന്റെ ജീവന് പോലും ആവത്താണെന്ന് മനസ്സിലാക്കിയ മയൂരി അവനൊരു കത്തിയെടുത്ത് അവന്റെ ബോഡിയിലേക്ക് ആഞ്ഞു കുത്തുകയാണ്. ഉടനെ ലിക്വിഡ് പോലുള്ള എന്തോ ഒരെണ്ണം അവനെ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. കണ്ണാടിപ്പയ്യന് കാര്യം പിടികിട്ടും. മയൂരി അവന് തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ജെല്ലിയുടെ സഹായത്താൽ അവൻ എത്രയും വേഗം ഇവിടുന്ന് ടെലിപ്പോർട്ടായി പോകും. ഒരു കാരണവശാലും അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. എന്റെ ഗ്രാൻഡ് പേ കൊന്നതിന് എനിക്ക് റിവഞ്ച് തീർക്കണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ വലിയൊരു ആരോ അത് ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് മയൂരി ആണെങ്കിൽ അവനെ ഇൻസൾട്ട് ചെയ്ത് പറയും, നീയല്ല ആര് വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ ലിക്വിഡ് ഫോമിലേക്ക് മാറിയ പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല. നിന്റെ റിവഞ്ച് അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് സെക്കൻഡുകൾ കൊണ്ട് അവൻ അങ്ങനെ അടുത്തൊരു വാളിലേക്ക് പതിയെ നീങ്ങി മൊത്തത്തില് അവിടുന്ന് ഇൻവിസിബിളായി മാറുകയാണ്. മയൂരിയുടെ പോയിസൺ അതിപ്പോ നമ്മുടെ കണ്ണാടിപ്പയ്യന്റെ ബോഡിയിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ ആന്റിഡോട്ട് എടുത്തിട്ടില്ല എങ്കിൽ അവൻ അവിടെ വെച്ച് മരിക്കും. ഉടനെ അവളാണെങ്കിൽ അവന്റെ അവസ്ഥ കണ്ട് അവനോട് പറയും, എന്റെ പോക്കറ്റിൽ ഒരു ആന്റിഡോട്ട് ഉണ്ട്. അത് എത്രയും വേഗം നീ എടുത്ത് കുടിക്കുകയാണെങ്കിൽ നിന്റെ ബോഡിയിലെ പോയിസൺ അതിനെ മുഴുവനായിട്ടും ആ മരുന്ന് ഹീൽ ചെയ്യും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവളുടെ പോക്കറ്റിൽ നിന്ന് ആ മെഡിസിൻ എടുത്ത് കുടിക്കുകയാണ്. അടുത്ത നിമിഷം ആ പോയിസൺ അത് മുഴുവനായിട്ടും അവന്റെ ബോഡിയിൽ നിന്ന് പോയി അവൻ ബാക്ക് ടു നോർമൽ ആവും. അവളാണെങ്കിൽ കണ്ണാടിപ്പയ്യനോട് പറയും, നീ ദയവ് ചെയ്ത് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോ. ഇവിടെ മുഴുവൻ ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. അവരുടെ കയ്യിൽപ്പെട്ട തീർച്ചയായിട്ടും അവർ നിന്നെ കൊന്നുകളയും. അത് കേട്ട് കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ മറ്റൊരു ഡയറക്ഷനിലേക്ക് വരും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിൽ വേറൊരു ക്യാപ്റ്റൻ. കണ്ണാടിപ്പയ്യനെ കാണേണ്ട താമസം ആ ഒരു ക്യാപ്റ്റൻ ആളുടെ സ്ക്വാഡ് എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട കണ്ണാടിപ്പയ്യനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓൾറെഡി അവന്റെ ബോഡി ഇപ്പൊ വീക്കാണ്. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ നിസ്സഹായനായി നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.